നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സിൽ മറ്റൊരു സൈനിങ് കൂടി നടത്തുമോ എന്നുള്ളത്. പക്ഷേ ഏതായാലും ഇപ്പോൾ ഇതിനെ തുടർന്നുള്ള കൂടുതൽ റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റും കൂടാതെ വിപിൻ മോഹൻ എന്ന മലയാളി സൂപ്പർ താരത്തിന്റെ പരിക്കുമായി അനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ട്രാൻസ്ഫർ നീക്കത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നിലവിൽ അഡ്രിയാൻ ലൂണയേക്കാൾ വിലപിടിപ്പുള്ള ഒരു താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ. ഏതായാലും നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആർ ക്ലോസിംഗ് ഇൻ ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് സോക്രൂസ് റൈറ്റ് ബാക്ക് ഗെറ്റിംഗ് ജോൺസ് അപ്പോൺ ദ കൺക്ലൂഷൻ ഓഫ് AFC കപ്പ്. ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് AFC കപ്പ് സംക്രമണത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സോക്രൂസ് ഓഫ് റൈറ്റ് ബാക്ക് ആയ ഗെറ്റിംഗ് ജോൺസ് എന്ന സൂപ്പർ താരത്തെ 3 വർഷത്തെ കരാറിൽ ടീമിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. കൂടാതെ ഇതിനോടൊപ്പം തന്നെ ഗെറ്റിൻ ഈസ് സെറ്റ് ടു സൈനിങ് എ 3 years ഡീൽ ആൻഡ് ബിക്കം ദ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ഓഫ് ദ ക്ലബ്ബ് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അഥവാ ഈ ഒരു ഗെറ്റിൻ എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായി കരാറിൽ എത്തിച്ചേരുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലെ ഏറ്റവും വലിയ വരുമാനം കൈപ്പറ്റുന്ന താരമായിക്കൊണ്ട് ഈ ഒരു താരം മാറുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആയിരിക്കുന്നത് അഡ്രിയാൻ ലൂണ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ലൂണയേക്കാൾ വലിയൊരു പണം അദ്ദേഹം കൈപ്പറ്റുമെന്നാണ് ഇതിനർത്ഥം. കൂടാതെ നിലവിൽ ഈ ഒരു താരത്തിന്റെ മെയിൻ പൊസിഷനായി കണക്കാക്കിയിട്ടുള്ളത് റൈറ്റ് ബാക്ക് ആണ്. റൈറ്റ് ബാക്ക് കൂടാതെ തന്നെ റൈറ്റ് മിഡ് ആയിക്കൊണ്ടും സെന്റർ ബാക്ക് ആയിക്കൊണ്ടും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ടും ഈ ഒരു താരം കളിക്കും. നിലവിൽ 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരം ഇംഗ്ലണ്ടിലെ ബോൾട്ടോൺ എന്ന ക്ലബിന് വേണ്ടിയാണ് നിലവിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതൊരു വെറും റൂമർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നടക്കുമോ നടക്കില്ലോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അടുത്തൊരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരമായ വിപിൻ മോഹനന്റെ പരിക്കിനെ കുറിച്ചാണ്. ISLലെ ഈ ഒരു 10ാം സീസണിലെ ആദ്യപാദ മത്സരങ്ങളിൽ ഒരു മത്സരത്തിലായിരുന്നു വിപിൻ മോഹനൻ എന്ന ഈ ഒരു താരത്തിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പരിക്കിനെ തുടർന്നുകൊണ്ട് താരം കുറെ കാലം തന്നെ പുറത്തായിരുന്നു. അഡ്രിയാൻ ലൂണ പരിക്ക് പറ്റി പോയതോടെ ബ്ലാസ്റ്റേഴ്സിൽ ലൂണക്ക് ഒരു ഒത്ത പകരക്കാരൻ എന്ന നിലയിലായിരുന്നു മധ്യനിരയിൽ താരം പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അഡ്രിയാൻ ലൂണ പരിക്ക് പറ്റി പുറത്തു പോയതിനു ശേഷമാണ് എല്ലാവരും വിപിൻ മോഹനന്റെ പ്രകടനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കൂടാതെ ലൂണ പോയതിനു ശേഷം താരത്തിന് മധ്യനിരയിൽ വളരെയധികം ചാൻസുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിലെ ഒരുപാട് താരങ്ങൾ പരിക്ക് പറ്റിക്കൊണ്ട് പുറത്താണ്. ഇതിനെ തുടർന്ന് കൊണ്ട് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗാന സൂപ്പർ താരമായ ക്വാമി പെപ്രയ്ക്ക് ഈ ഒരു ISLലെ 10ാം സീസണിലെ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും നഷ്ടമാവുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും വിപിൻ മോഹനനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് വിപിൻ മോഹനൻ ഉടനെ തന്നെ തിരിച്ചു വരുമെന്നാണ്. കൂടാതെ തന്നെ വിപിൻ മോഹനനും ഫ്രെഡിയും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചിത്രവും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ക്യാപ്ഷനായി നൽകിയിട്ടുള്ളത് വിപിൻ മോഹനൻ ആൻഡ് ഫ്രെഡി കം ബാക്ക് സൂൺ എന്നാണ്. ഏതായാലും ഉടനെ തന്നെ ഇരു താരങ്ങളും കൂടാതെ ബ്ലാസ്റ്റേഴ്സിലെ മറ്റ് പരിക്ക് പറ്റിയിട്ടുള്ള എല്ലാ താരങ്ങളും റിക്കവറി ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.